Hello everyone. Today we are going to discuss Newton's formula for interpolation. കഴിഞ്ഞ ക്ലാസ്സിലും ഇൻ്റർപോളേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു മെത്തേഡ് നമ്മൾ പരിചയപ്പെടുകയാണ്. ന്യൂട്ടൺസ് ഫോർമുല ഫോർ ഇൻ്റർപോളേഷൻ. ഇങ്ങനൊരു മെത്തേഡ് നമ്മൾ പരിചയപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ഫോർവേഡ് ഡിഫറൻസ്, ബാക്ക്വേർഡ് ഡിഫറൻസ്, സെൻട്രൽ ഡിഫറൻസ് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിന് തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂട്ടൺസ് ഫോർമുല, ദാറ്റ് ഈസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല എന്ന് പറയും. ന്യൂട്ടൺസ് ഫോർവേഡ് ഇൻ്റർപോളേഷൻ ഫോർമുല. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർവേഡ് ഡിഫറൻസ് വെച്ചിട്ടാണ്. ഫോർവേഡ് ഡിഫറൻസ് എന്താണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ വെച്ചിട്ടാണ് നമ്മളിവിടെ ഈ ഒരു ഫോർമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കാം. നമുക്ക് ഒരു സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്, എക്സിൻ്റെയും വൈൻ്റെയും എ സെറ്റ് ഓഫ് വാല്യൂസ് n+1 വാല്യൂസ് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. ലൈക്ക് x0, y0, x1, y1 അപ് ടു xn, yn. ഇത്രയും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. നമുക്ക് തന്നിരിക്കുന്ന എ ഗിവൺ സെറ്റ് ഓഫ് ഡാറ്റ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ഈ ഡാറ്റയിൽ എഗ്രി ചെയ്യുന്ന ഒരു ഫങ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ള, ഒരു സിംപ്ലർ ഫങ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇൻ്റർപോളേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഫങ്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് yn ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫങ്ഷനെയാണ്. ഇത് പോളിനോമിയൽ ആയിരിക്കുമെന്നാണ് പറയുന്നത്. പോളിനോമിയൽ ഇൻ്റർപോളേഷനാണ് ചെയ്യുന്നത്. സോ നമ്മൾ ഇങ്ങനൊരു പോളിനോമിയലിനെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ലെറ്റ് ഇറ്റ് ബി nth ഡിഗ്രി പോളിനോമിയൽ. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം, yn ഓഫ് എക്സും നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ഫങ്ഷനും ഈ ഒരു ഫങ്ഷൻ അനുസരിച്ചാണ് ഒരു n+1 വാല്യൂസ് നമുക്ക് തന്നിരിക്കുന്നത്. 0 മുതൽ n വരെയുള്ള n+1 x ആൻഡ് y വാല്യൂസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ y വാല്യൂസ് തന്നിരിക്കുന്നത് നമുക്കൊരു സെറ്റ് ഓഫ് ടാബുലേറ്റഡ് വാല്യൂസ് മാത്രമേ തന്നിട്ടുള്ളൂ. ഈ ടാബുലേറ്റഡ് വാല്യൂവിനെ എഗ്രി ചെയ്യുന്ന ടാബുലേറ്റഡ് വാല്യൂസ് മാത്രം എഗ്രി ചെയ്യുന്ന ഫങ്ഷൻ, സിംപ്ലർ ഫങ്ഷനാണ് yn ഓഫ് എക്സ്. ദ ആക്ച്വൽ ഫങ്ഷൻ ഈസ് ദറ്റ് ഇറ്റ് ബി y ഓഫ് എക്സ് എന്ന് പറഞ്ഞാണ് ആക്ച്വൽ ഫങ്ഷൻ എന്ന് വിചാരിക്കും. ഓക്കെ, ആൻഡ് എക്സ് എന്ന് പറയുന്നത് ഇക്വിഡിസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. അതായത് x0യും x1ഉം തമ്മിലുള്ള ഡിഫറൻസ് തന്നെ ആയിരിക്കും x1ഉം x2ഉം തമ്മിലുള്ളത്. ആ ഡിഫറൻസ് തന്നെ ആയിരിക്കും xn-1ഉം xnഉം തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇക്വിഡിസ്റ്റൻ്റ് വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് xi ഇസ് ഈക്വൽ ടു x0 പ്ലസ് ih നമുക്ക് എഴുതാം. വേർ i ഇസ് ഈക്വൽ ടു 0, 1, 2 അപ് ടു n. ഓക്കെ, ആൻഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു yn ഓഫ് എക്സ് എന്ന് പറയുന്നത് nth ഡിഗ്രി പോളിനോമിയലാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമുക്കൊരു nth ഡിഗ്രി പോളിനോമിയലിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, yn ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു a0 പ്ലസ്, ഇങ്ങനെ എഴുതാം നമുക്ക്, a0 പ്ലസ് a1 x മൈനസ് x0, a2 x മൈനസ് x0 ഇൻറ്റു x മൈനസ് x1 പ്ലസ് a3 x മൈനസ് x0 ഇൻറ്റു x മൈനസ് x1 ഇൻറ്റു x മൈനസ് x2 പ്ലസ് എക്സെട്ര an x മൈനസ് x0 x മൈനസ് x1 ഇൻറ്റു x മൈനസ് x2 അപ് ടു x മൈനസ് n-1. നമുക്കൊരു പോളിനോമിയൽ എങ്ങനെ എഴുതാമല്ലോ. അവിടെ തന്നിരിക്കുന്ന x0, x1, x2, x3 എന്നൊക്കെ പറയുന്നതാണ് നമുക്ക് തന്നിരിക്കുന്ന ടാബുലേറ്റഡ് വാല്യൂസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫങ്ഷനെ നമുക്ക് ഒരു പോളിനോമിയലിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ഇൻ്റർപോളേഷൻ പറഞ്ഞ സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സർട്ടൺ സെറ്റ് ഓഫ് വാല്യൂസ് നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ നമ്മുടെ ഈ ഫങ്ഷൻ എന്താ പറയുക, കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഓരോ ടാബുലേറ്റഡ് വാല്യൂസുമായിട്ടും ഈ yn ഓഫ് എക്സ് എഗ്രി ചെയ്യുന്നുണ്ടെന്ന് പറയാം.
ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആ കണ്ടീഷൻ ഇമ്പോസ് ചെയ്യാണ്. ഇമ്പോസിങ് നൗ ദ കണ്ടീഷൻ ദാറ്റ് വൈ ആൻഡ് വൈ എൻ ഓഫ് എക്സ് ഷുഡ് എഗ്രി അറ്റ് എ സെറ്റ് ഓഫ് ടാബുലേറ്റഡ് വാല്യൂസ്. സോ വൈ ആൻഡ് വൈ എൻ ഓഫ് എക്സ് should agree at the set of tabulated values. ടാബുലേറ്റഡ് വാല്യൂസ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, അതായത് വൈ സീറോ ഓഫ് എക്സ് നമ്മൾ എന്നിന് n is equal to 0 കൊടുക്കുകയാണെങ്കിൽ y 0 of x എന്ന് പറയും. ഈ ഇക്വേഷനിൽ എന്നിന് 0 കൊടുക്കുകയാണെങ്കിൽ y 0 of x is equal to a0 എന്ന് വരും. സിൻസ് x0 n is equal to 0 ആണ്. n is equal to 0 ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് n0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വാല്യൂസ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ബാക്കിയുടെ വരുന്നത് പോളിനോമിയലിൽ ഈ ഒരു കോഫിഷ്യൻ്റ് ഈ കോൺസ്റ്റൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ y0 of x is equal to a0 എന്ന് എഴുതാം, ഓർ a0 is equal to a0 is equal to y0 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് n is equal to 1 എന്ന് കൊടുക്കാം. 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് ഈ ഒരു ഇക്വേഷനിൽ 1 കൊടുത്ത y1 of x is equal to a0 plus a1 into x minus x0 എന്ന് പറഞ്ഞ ടേം വരും അല്ലേ, ആണല്ലോ. അതായത് n എന്ന് പറഞ്ഞതിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ, ഓക്കെ 1 ആണെങ്കിൽ അവിടെ ആകെ ഉണ്ടാകുന്നത് x0 മാത്രമാണ്. ഓക്കെ, n is equal to 1, n is equal to 2 ആണെങ്കിൽ x0യും x1 ഉണ്ടാവും. 1 2 n is equal to 2. ഓക്കെ, അപ്പോൾ n is equal to 1 ആവുന്ന സമയത്ത് ഇതാണ് ഇക്വേഷൻ. അപ്പോൾ y1 നമുക്ക് y1 of x ന് y1 എന്ന് എഴുതാം. ആൻഡ് വാട്ട് ഈസ് a0? a0 ഈസ് y0 പ്ലസ് a1 ഇൻറ്റു എക്സ് മൈനസ് x0 എന്ന് വരും. അപ്പോൾ ഫ്രം ദിസ് നമ്മൾ ഈ കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാം. നമ്മൾ അതാണ് കണ്ടുപിടിക്കേണ്ടത്. a1 is equal to y1 minus y0 divided by x minus x0 എന്ന് വരും. ഓക്കെ, so we get a1 is equal to y1 minus y0 divided by x minus x0. a1ൻ്റെ വാല്യൂ നമുക്ക് എന്ത് വരും? y1 minus y0 divided by x1 minus x0 എന്ന് വരും. n is equal to 1 ആവുന്ന സമയത്ത് we have x0 and x1, not x0 only. For n is equal to 0 we have x0, and when n is equal to 1 we have x0 and x1. So n is equal to 1 ആവുന്ന സമയത്ത് xൻ്റെ വാല്യൂസ് x0യും x1ഉം ആണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇക്വേഷനിൽ നമ്മുടെ ഇക്വേഷനിൽ a0യും a1 ഇൻറ്റു x1 മൈനസ് x0 വരും, പ്ലസ് a2 ഇൻറ്റു x1 മൈനസ് x0 ഇൻറ്റു x1 മൈനസ് x1 എന്ന് വരും. അപ്പോൾ ഈ ടേം അങ്ങനെ 0 ആയി പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ x1 ആൻഡ് x0 മാത്രമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ x മൈനസ് x0 എന്നുള്ളത് രണ്ട് വാല്യൂസ് ഓഫ് x ആണ് വരിക, ഒന്ന് x0യും ഒന്ന് x1ഉം. സോ y1 മൈനസ് y0 ഡിവൈഡ് ബൈ x1 മൈനസ് x0 വരും. ആൻഡ് വി നോ ദാറ്റ് വാട്ട് ഈസ് y1 മൈനസ് y0? ഇറ്റ് ഈസ് ഡെൽറ്റ y0 ഫ്രം ദ ഡിഫറൻസ് ടേബിൾ, ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ. ഇറ്റ് ഈസ് ഡെൽറ്റ y0. ആൻഡ് വാട്ട് ഈസ് x1 മൈനസ് x0? ഇറ്റ് ഈസ് h. സിൻസ് xi is equal to x0 plus ih, or x1 is equal to x0 plus h, or x1 minus x0 is equal to h. So a1 is equal to delta y0 by h. So next we are substituting n is equal to 2. Therefore y2 is equal to a0 plus a1 into x1 minus x2 minus x0
plus a2 into x2 minus x0 into x2 minus x1 plus a3 into x2 minus x0 x2 minus x1 into x2 minus x2 എന്ന് വരും. അപ്പോൾ ഈ ഒരു ടേം 0 ആയി പോവും. ബാക്കി ടേംസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യില്ല. ഇവിടെ x2 മൈനസ് x2 എന്നുണ്ട്, അത് 0 ആയി പോവും. അപ്പോൾ ഇവിടെ വരുന്നത് y2 is equal to what is a0? It is y0 plus what is a1? It is delta y0 divided by h into x2 minus x0 plus a2 into x2 minus x0 into what is x2 minus x1? It is h. So y2 minus y0 minus delta y0 divided by h into what is x2 minus x0? It is 2h is equal to a2 into 2h square. What is x2 minus x0? It is 2h into h is equal to 2h square. So we can write like this: y2 minus y0 minus y1 minus y0 can be cancelled into 2 is equal to a2 into 2h square. Okay, and y2 minus y0. ഓക്കെ, ഞാനിവിടെ ചെയ്തു വെച്ചു. ഇവിടെ എന്ത് ചെയ്തു? y2 മൈനസ് y0. വാട്ട് ഈസ് ഡെൽറ്റ y0? ഇറ്റ് ഈസ് y1 മൈനസ് y0 ഇൻറ്റു 2 എന്ന് വരും. h ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി ഇവിടെ വരുന്ന a2 ഇൻറ്റു 2h സ്ക്വയർ വരും. അപ്പോൾ ഞാനിവിടെ ചെയ്തത് y2 മൈനസ് y0, ദിസ് ഇസ് 2y1 എന്ന് വരും. മൈനസ് 2y1 പ്ലസ് 2y0 എന്ന് വരും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇസ് ഈക്വൽ ടു a2h സ്ക്വയർ വരും. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയത് രണ്ട് 2y1 ഉണ്ട്, അതിൽ ഒരു y1നെ ഇങ്ങോട്ട് എടുത്തു, മൈനസ് y1, y2 മൈനസ് y1 മൈനസ്, പിന്നെ ഇവിടെ മൈനസ് y1 ഉണ്ട്, അത് ഇവിടെ എഴുതി. പിന്നെ ഇവിടെ y2 പ്ലസ് 2y0 മൈനസ് 2y0 ഉണ്ട്, അപ്പോൾ പ്ലസ് y0 ആണ് വരിക. മൈനസ് പുറത്തേക്ക് എടുത്തുകൊണ്ട് y1 മൈനസ് y0 എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു a2h സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഞാനിവിടെ a2 is equal to ഇങ്ങനെ എഴുതാം. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ഡെൽറ്റ y1 ആൻഡ് വാട്ട് ഈസ് ദിസ് ഡെൽറ്റ y0. അപ്പോൾ ഡെൽറ്റ y1 മൈനസ് ഡെൽറ്റ y0 എന്ന് വരും, ഡിവൈഡ് ബൈ 2h സ്ക്വയർ എന്ന് വരും. ആൻഡ് വാട്ട് ഈസ് ഡെൽറ്റ y1 മൈനസ് ഡെൽറ്റ y0? ഇറ്റ് ഈസ് ഡെൽറ്റ സ്ക്വയർ y0 ഡിവൈഡ് ബൈ h സ്ക്വയർ ഇൻറ്റു 2നെ ഞാൻ 1 ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് എഴുതി. കാരണം ഇനി അങ്ങനെയാണ് ജനറലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അടുത്തത് എന്ത് വരും നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് a3 ആണ്. അപ്പോൾ a1 നിന്നും a2ൽ നിന്നും a2ൽ നിന്നൊക്കെ നമുക്ക് a3 ഇസ് ഈക്വൽ ടു ജനറലൈസ് ചെയ്യാം. ഡെൽറ്റ ക്യൂബ് y0 ഡിവൈഡ് ബൈ h ക്യൂബ് ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അങ്ങനെയെങ്കിൽ a4 ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂബ് റേസ് ടു 4 y0 ഡിവൈഡ് ബൈ h റേസ് ടു 4 ഫാക്ടോറിയൽ അങ്ങനെ വരും. അപ്പോൾ നമുക്ക് എല്ലാ കോഎഫിഷ്യൻറ്റിനെയും നമുക്ക് ജനറലായിട്ടുള്ളൊരു ഫോർമുല നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും നമ്മുടെ yn ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പോളിനോമിയലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ കോഎഫിഷ്യൻ്റൊക്കെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിവിടെ ചെയ്യുന്നത് സെറ്റിംഗ് x is equal to x0 plus ph and substitute for a0, a1, a2, etc. We have x minus x0 is equal to ph, x minus x1 is equal to p minus 1 into h, and x minus x2 is equal to p minus 2 into h, etc. Okay, this can be found from
ഓക്കെ, ഇവിടെ ഞാൻ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. വി ഹാവ് എക്സ് ഇസ് ഈക്വൽ ടു x0 പ്ലസ് പി എച്ച്. ഇറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു x0 പ്ലസ് പി എച്ച്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്സ് മൈനസ് x0 ഇസ് ഈക്വൽ ടു പി എച്ച് എന്ന് വരും. എക്സ് മൈനസ് x1 എന്ന് പറഞ്ഞ ടേം നമുക്കറിയാം. x0 പ്ലസ് പി എച്ച് എക്സ് മൈനസ് ദിസ് ഇസ് എക്സ് മൈനസ് x1 മൈനസ് x1 x0 പ്ലസ് പി എച്ച് മൈനസ് x1 നമുക്ക് എങ്ങനെ എഴുതാം? x0 പ്ലസ് പി എച്ചിന് x0 പ്ലസ് എച്ച് എഴുതാം x1നെ. സോ x0 ക്യാൻസൽ ചെയ്ത് ബാക്കി വരുന്നത് പി മൈനസ് 1 ഇൻറ്റു എച്ച് ആണ് വരുന്നത്. ഓക്കെ, ഇനി എക്സ് മൈനസ് x2 ഈസ് വാട്ട് ഈസ് എക്സ് ഈസ് x0 പ്ലസ് പി എച്ച് മൈനസ് x2. സോ x0 പ്ലസ് പി എച്ച് മൈനസ് x2 ഈസ് x0 പ്ലസ് 2h. ഓക്കെ, ഫ്രം ദിസ് x0 ക്യാൻസൽ ചെയ്ത് ബാക്കി വരുന്നത് പി മൈനസ് 2 ഇൻറ്റു എച്ച്. അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇക്വേഷനിൽ, മെയിൻ ഇക്വേഷനിൽ. സോ വൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു y0 പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ y0 പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ y0 പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു പി മൈനസ് 2 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ ക്യൂബ് y0 പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേം വരുന്നത് പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു പി മൈനസ് 2 ടു പി മൈനസ് ഫസ്റ്റ് ടേമിൽ തേർഡ് ടേമിൽ പി മൈനസ് 1 ആണ് വന്നത്. പി മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എന്ന് വരും. എൻ ഫാക്ടോറിയൽ വരുന്ന സമയത്ത് പി മൈനസ് എൻ മൈനസ് 1 എന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പി എൻ പ്ലസ് 1 എഴുതി, പി മൈനസ് എൻ മൈനസ് 1. സോ പി മൈനസ് എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ റേസ് ടു എൻ y0 എന്ന് വരും. അപ്പോൾ ദിസ് ഈസ് ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ഇന്റർപോളേഷൻ ഫോർമുല. ദിസ് ഈസ് ന്യൂട്ടൺസ് forward difference interpolation ഫോർമുല. അപ്പോൾ നമുക്കിപ്പോൾ കണ്ടുപിടിക്കേണ്ട പോളിനോമിയൽ ഉണ്ടല്ലോ, അതാണ് നമ്മൾ കണ്ടുപിടിച്ചത് സെറ്റ് ഓഫ് വാല്യൂസ് എന്ന്. ഓക്കെ, വേർ പി ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് x0 ഡിവൈഡ് ബൈ എച്ച്. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഈ ഒരു ഇക്വേഷൻ വരുന്നുണ്ട് നോക്കുക. ഇത് നമുക്ക് ഫോർവേഡ് ഒരു ഇൻ്റർപോളേഷൻ, പോളിനോമിയൽ ഇൻ്റർപോളേഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കാം. വൈ എൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ y0 പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ y0 പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 2 ഫാക്ടോറിയൽ ഡെൽറ്റ സ്ക്വയർ y0 പ്ലസ് എക്സെട്ര പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു പി മൈനസ് 2 അപ് ടു പി മൈനസ് പി എൻ മൈനസ് 1 ഡിവൈഡ് ബൈ എൻ ഫാക്ടോറിയൽ ഡെൽറ്റ റേസ് ടു y0 ഡെൽറ്റ റേസ് ടു എൻ y0 എന്ന് വരും. അപ്പോൾ നമുക്ക് ഡിഫറൻസ് ടേബിളിൽ നിന്ന് നമുക്ക് ഈ ഡെൽറ്റ വാല്യൂസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് ഡിഫറൻസ് ടേബിൾ എടുക്കുക, അതിൽ ഓരോ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻ്റർപോളേറ്റിംഗ് ഫോർമുല കണ്ടുപിടിക്കാം. ഫോർമുല കണ്ടുപിടിച്ച് വൺസ് ഈ ഫോർമുല കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ഏത് ഇൻ്റർമീഡിയറ്റ് വാല്യൂസ് ഓഫ് എക്സിൻ്റെ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും.